കേരളം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. പ്രതീക്ഷയുടെയും നെഞ്ചിടിപ്പിന്റെയും മണിക്കൂറുകളിലാണ് മുന്നണികൾ. രാവിലെ 6 മണിക്ക് കൗണ്ടിംഗ് സെന്ററുകളിൽ ഉദ്യോഗസ്ഥരെത്തും. 7 മണിയോടെ സ്ട്രോങ് റൂമുകൾ തുറക്കും. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ നടക്കും. തപാൽ വോട്ടുകൾ ആദ്യം എണ്ണും. പിന്നീട് EVM-ലെ വോട്ടുകളാകും എണ്ണുക. ഓരോ റൗണ്ടിലും ഫലം സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കും. നടപടി പൂർത്തിയായ ശേഷമായിരിക്കും അടുത്ത റൗണ്ടുകൾ എണ്ണുക. തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം സി മലയാളം ന്യൂസ് സജ്ജമാണ്. ഫലം വരുന്ന ഓരോ നിമിഷവും ലീഡ് നില മാറിമറിയുമ്പോൾ പുതിയ വിവരങ്ങളെല്ലാം അതേപടി കൃത്യതയോടെ, വ്യക്തതയോടെ, സമഗ്രതയോടെ പ്രേക്ഷകരിലെത്തിക്കും. തെരഞ്ഞെടുപ്പ് പ്രത്യേക അവലോകനങ്ങളും ചർച്ചകളും വോട്ടെണ്ണൽ ദിനം രാവിലെ മുതൽ തത്സമയം പ്രേക്ഷകർക്ക് കാണാം. 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലായി 15,465 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായും ക്രമീകരണങ്ങൾ പൂർത്തിയായതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 43 കേന്ദ്രങ്ങളിലായാണ് 140 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്നത്. 8 മണിക്ക് വോട്ടെണ്ണി തുടങ്ങിയാൽ 8:30 ആദ്യ ഫലസൂചനകൾ അറിയാനാകും. ഓരോ മണ്ഡലത്തിനും ഓരോ വോട്ടെണ്ണൽ ഹാളുകളുണ്ട്. ആ ഹാളിനുള്ളിൽ 2 തരത്തിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഒരു സ്ഥലത്ത് തപാൽ വോട്ടുകളുടെ എണ്ണലും മറ്റൊരു സ്ഥലത്ത് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളും എണ്ണും. EVM മെഷീനുകൾ എണ്ണാൻ ഒരു ഹാളിൽ 12 മുതൽ 14 വരെ ടേബിളും തപാൽ വോട്ടുകൾ എണ്ണാൻ 6 മുതൽ 9 വരെ ടേബിളും ഉണ്ടാകും. 8 മണിക്ക് തന്നെ തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. ഒരു ടേബിളിൽ 500 വോട്ടെണ്ണ ക്രമത്തിലായിരിക്കും എണ്ണുക. തപാൽ വോട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ 2 മുതൽ 3 മണിക്കൂർ വരെ സമയമെടുത്തേക്കും. തപാൽ വോട്ടിനോടൊപ്പമുള്ള സത്യപ്രസ്താവന കൂടി പരിശോധിച്ചു വേണം വോട്ട് സാധുവാണോ അസാധുവാണോ എന്ന് കൃത്യമായി രേഖപ്പെടുത്തേണ്ടത്. അതായത് തപാൽ വോട്ട് എണ്ണി തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോഴാകും 8:30 EVM മെഷീനുകളിലേക്ക് കടക്കുക. 14 ടേബിളുകളുള്ള മണ്ഡലമെങ്കിൽ ഒരേ സമയം 14 ബൂത്തുകളാണ് എണ്ണുന്നത്. ഒരു മെഷീൻ എണ്ണി അത് വരണാധികാരി അംഗീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും. 14 ടേബിളുകളുള്ള മണ്ഡലത്തിൽ എല്ലാ ടേബിളിലും ഇത് ഒരേ സമയം നടക്കുന്നതിനാൽ ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് 14 ബൂത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയാകും. അതായത് 8:45 ആദ്യ റൗണ്ടിൽ ആര് ലീഡ് ചെയ്യുന്നുവെന്ന് കൃത്യമായി ഉറപ്പിക്കാനാകും. ശേഷം പിന്നീട് അങ്ങോട്ട് ആദ്യഘട്ടത്തിൽ ഓരോ 10 മിനിറ്റിലും ഒരു റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായേക്കാം. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 5ഓ 6ഓ റൗണ്ട്, അതായത് 9:30 ആകുമ്പോഴേക്കും മണ്ഡലത്തിന്റെ ട്രെൻഡ് കൃത്യമായി തന്നെ തെളിയും. ഒരു മണ്ഡലം എണ്ണിത്തീരാൻ ശരാശരി 17 റൗണ്ട് വേണം. സമയം 10:30 ആകുമ്പോഴേക്കും പകുതി റൗണ്ടുകൾ പിന്നിടും. തരംഗമാണെങ്കിൽ കൃത്യമായി ഈ സമയത്ത് അറിയാനാകും. കേരളം ആർക്കൊപ്പം നിൽക്കുമെന്നും ധാരണയുണ്ടാകും. ഇഞ്ചോടിഞ്ച് മത്സരമെങ്കിൽ അവസാന റൗണ്ടും പൂർത്തിയാകുന്ന 12 മണിവരെയെങ്കിലും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അട്ടിമറി പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതിനുശേഷവും പ്രതീക്ഷ ഇരട്ടിക്കുകയും ചെയ്യും. 85-ന് മുകളിൽ സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് UDF. തുടർ ഭരണം കിട്ടുമെന്ന് LDF-ഉം കരുതുന്നു. അതേസമയം ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. തരംഗമെങ്കിൽ 100 സീറ്റ് വരെ കിട്ടി UDF അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട്. ഏത് സാഹചര്യത്തിലും 80-ന് മുകളിൽ സീറ്റ് UDF ഉറപ്പിക്കുകയാണ്. എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ച ഭരണമാറ്റം പ്രതിപക്ഷ നിരയെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. എക്സിറ്റ് പോളുകൾ തള്ളുന്ന LDF ഭരണ തുടർച്ചയെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. 75 സീറ്റ് വരെ കിട്ടുമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മറ്റെല്ലാ ഇടങ്ങളിലെയും പോലെ ടൈറ്റ് ഫൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന നിയമവും കഴക്കൂട്ടവും ഉറപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയ്ക്കൊപ്പം BJP ചില മണ്ഡലങ്ങളിൽ അട്ടിമറി ജയവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.